ആത്മാരാമ ആനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ ഭവഭയഹരണ വന്ദിത ചരണ രഘുകുലഭൂഷണ രാജീവലോചന. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം 8ാം ദിവസത്തിലേക്ക്. സീതാസമേതം ദശരഥ പുത്രന്മാർ തന്റെ ആശ്രമ പരിസരത്തേക്ക് ആഗതരായി എന്നറിഞ്ഞ് താപസോത്തമനായിട്ടുള്ള വാൽമീകി അതീവ ഭക്തി പുരസരം ശിഷ്യഗണങ്ങളോടൊന്നിച്ച് അവരെ സ്വീകരിക്കുവാനായി അവിടെ എത്തി. ആ സമയം ആ ഋഷീശ്വരന്റെ കണ്ണുകളിൽ ബാഷ്പങ്ങൾ നിറഞ്ഞു. ഭഗവാന്റെ ആ കമനീയ കളേബരം മുനീന്ദ്രൻ പുണർന്ന് ഭക്തിപൂർവം പൂജിച്ച് പക്വ മധുര ഫലമൂലാദികൾ ഭോജനമായി നിവേദിച്ചു. ജാനകി ദേവിയെ ശിഷ്യ താപസികൾ ഒരു പുത്രിയെ പോലെ ഓമനിച്ച് പരിലാളിച്ചു. കുറച്ചു സമയത്തെ വിശ്രമത്തിന് ശേഷം രാമൻ വാൽമീകിയോട് അപേക്ഷിക്കുന്നുണ്ട്. മാമുനി പുങ്കവ, അങ്ങേപ്പോലുള്ള ദിവ്യന്മാർ അധിവസിക്കുന്ന ഈ മംഗളദേശത്ത് കുറച്ചുനാൾ വസിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മൈഥിലിക്കും ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് അനുയോജ്യമായ ഒരു പുണ്യസ്ഥലം ഇതിനടുത്ത് അങ്ങേക്ക് നിർദ്ദേശിച്ചു തരാമോ? ഇത് കേട്ട് വാൽമീകി പറഞ്ഞു, പ്രഭോ, ജഗന്നിവാസ, സർവലോകവും അങ്ങയിൽ വസിക്കുന്നു, സർവലോകത്തിലും അങ്ങും വസിക്കുന്നു. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് താമസിക്കാൻ ഏത് സ്ഥലമാണ് ഞാൻ കാണിച്ചു തരേണ്ടത്? സമസൃഷ്ടി സ്നേഹത്തോടും സമസ്ത നിർവികാര ചിത്തതയോടും സദാ ദൈവ സ്മരണയോടും കൂടി വസിക്കുന്ന പുണ്യാത്മാക്കളുടെ ഹൃദയം അങ്ങേക്ക് അധിവസിക്കാൻ ഏറ്റവും യോഗ്യമാണ്. അങ്ങയുടെ തിരുനാമം സദാ ജപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി വാഴുന്ന നിർമ്മലമായ മനസ്സുള്ളവരുടെ അന്തരംഗം, അവിടെയും അങ്ങയ്ക്ക് അധിവാസയോഗ്യമുണ്ട്. എങ്ങും നിറഞ്ഞ് പാഴ്മണൽ തരി മുതൽ ബ്രഹ്മപര്യന്തമുള്ള സർവത്തിലും സർവദാ ജീവിക്കുന്ന ജഗൽപതിയായ അങ്ങയ്ക്ക് ഒരു പുതിയ ആവാസ മന്ദിരം ഞാൻ എവിടെയാണ് പ്രഭു കാണിച്ചു തരേണ്ടത്? അങ്ങയുടെ മാഹാത്മ്യം ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുക? ചിന്മയനായ അങ്ങയുടെ നാമമാഹാത്മ്യത്താൽ ഒരു കൊടിയ മഹാപാപി ബ്രഹ്മമുനിയായി തീർന്നു. അതാണ് ഈ ഞാൻ വാൽമീകി. വാൽമീകി തന്റെ പൂർവചരിത്രം ശ്രീരാമചന്ദ്രനും മൈഥിലിക്കും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജന്മം കൊണ്ടു മാത്രം ബ്രാഹ്മണ്യം സിദ്ധിച്ചിരുന്ന ഒരു അധമനായിരുന്നു ഞാൻ. എന്റെ ബ്രാഹ്മണ്യവും പുണ്യവും സർവവും സംത്യജിച്ച് കിരാതന്മാരുമായി കൂട്ടുപിടിച്ച് പല ആക്രമണങ്ങളും കഠിന കർമ്മങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. പിടിച്ചുപറിയും കൊലയും കൊള്ളയും എന്റെ ഒരു നിത്യ തൊഴിലായിത്തീർന്നു. ദുരാചാരയായ ഒരു നാരിയെ ഞാൻ ഭാര്യയായും സ്വീകരിച്ചു. അവർ ഒരു ബ്രാഹ്മണ സ്ത്രീയൊന്നും ആയിരുന്നില്ല. അവളിൽ എനിക്ക് കുറേ മക്കളുണ്ടായി. ദേഹമനങ്ങി ജോലി ചെയ്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അധ്വാനിക്കാതെ എങ്ങനെ ധനമുണ്ടാക്കാം, അതിനുള്ള വഴി ഞാൻ എപ്പോഴും ആലോചിച്ചു. ഒടുവിൽ കളവും മോഷണവും കൊള്ളയും കൊലയും പിടിച്ചുപറിയും ഞാൻ നടത്താൻ തുടങ്ങി. വില്ലും അമ്പുമൊക്കെ ധരിച്ച് കാട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് ജന്തുഹിംസയും ഞാൻ നടത്തി വന്നു. വനത്തിൽ കൂടി യാത്ര ചെയ്തിരുന്ന നിരപരാധികളായ എത്രയെത്ര സാധുക്കളെയും ബ്രാഹ്മണ ശ്രേഷ്ഠരെയും മഹർഷിമാരെയും ഒക്കെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരുടെ വസ്തുവകകളെല്ലാം ഞാൻ അപഹരിച്ചു. ഒന്നിനും ഒരു കണക്കില്ല. ഒരു ദിവസം ആയുധപാണിയായി ഞാൻ ആരണ്യത്തിൽ നിൽക്കുമ്പോൾ കശ്യപൻ, അത്രി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ എന്നീ സപ്തഋഷികൾ ആ വഴി പോകുന്നതായി കണ്ടു. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അവരെ ആക്രമിക്കാനും അവരുടെ വസ്ത്രങ്ങളും മറ്റുള്ള സാധനങ്ങളും പിടിച്ചു പറിക്കാനും ഭാവിച്ചു. അപ്പോൾ തേജസ്വികളായ ആ യതീശ്വരന്മാർ ശാന്തതയോടുകൂടി സ്നേഹപൂർവ്വം എന്നോട് ചോദിച്ചു, ഹേ കാട്ടാളാ, നീ എന്തിനായിട്ടാണ് ഈ പാപകർമ്മങ്ങളൊക്കെ നിത്യവും ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യാപുത്രാദികളുടെ വിശപ്പടക്കാൻ വേണ്ടി. അവർക്കൊന്നും ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തില്ലെങ്കിൽ അവരന്ന് പട്ടിണിയാണ്. ഉടനെ മാമുനികൾ മന്ദസ്മേരവദനരായി എന്നോട് ചോദിച്ചു, നീ എന്നും അവർക്കു വേണ്ടി ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അവരും കൂടി അനുഭവിക്കുമോ? നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി ഈ വിവരം അവരോട് ചോദിച്ച് അവരുടെ മറുപടി എന്തെന്ന് അറിഞ്ഞു വരൂ. അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം.
നീ തിരിച്ചു വരുവോളം ഞങ്ങൾ എങ്ങും പോവുകയില്ല, സത്യം. രാമചന്ദ്ര പ്രഭോ, ഞാൻ അവരുടെ വാക്കുകൾ കേട്ട് അപ്പോൾ തന്നെ ഗൃഹത്തിലേക്ക് ഓടിപ്പോയി ഭാര്യാപുത്രാദികളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്യുന്ന പാപപ്രവർത്തികളുടെ ഫലം വീതപ്രകാരം നിങ്ങളും അനുഭവിക്കുമോ? എന്നാൽ അവർ പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടി. ഞങ്ങൾ എന്തിനനുഭവിക്കുന്നു? അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവനല്ലാതെ മറ്റൊരുത്തൻ അനുഭവിക്കുമോ? അതെന്തിന്? അവനവൻ തന്നെ അനുഭവിക്കണം. അതിന് പങ്കുചേരാൻ ഞങ്ങളെ കിട്ടില്ല. അവരുടെ മറുപടി കേട്ട് ജ്ഞാനോദയമുണ്ടായ ഒരുവനെ പോലെ സന്താപഭരിതനായി ഞാൻ മാമുനിമാരുടെ മുമ്പിൽ ചെന്ന് താണു തൊഴുതു നിന്നു. എന്റെ കയ്യിലിരുന്ന വില്ലും അമ്പും ഞാൻ തന്നെ ദൂരത്ത് വലിച്ചെറിഞ്ഞു. ചെയ്യരുതാത്തതൊക്കെ ചെയ്ത് പാപത്തിൽ വീണുപോയ അടിയനെ കരകയറ്റി രക്ഷിക്കണമേ എന്ന് ഞാൻ അവരുടെ പാദങ്ങളിൽ വീണ് തന്നെ നമസ്കരിച്ചു. അവരെന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് അരുളി ചെയ്തു, നീ സമാധാനിക്കൂ. ചിത്തശുദ്ധിയോടെ സ്വസ്ഥനായി മനസ്സേകാഗ്രമാക്കി ഞങ്ങൾ ഉപദേശിച്ചിരുന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കൂ. നിനക്ക് നന്മയുണ്ടാകും. ആശ്രിത വത്സല, ജാനകി വല്ലഭ, അവരെനിക്ക് ഉപദേശിച്ചിരുന്ന മന്ത്രം എന്താണെന്ന് അറിയാമോ? അങ്ങയുടെ തിരുനാമമായ രാമ എന്നുള്ള 2 അക്ഷരമാണ്. രാമ രാമ എന്ന് വ്യക്തമായി ഉച്ചരിക്കുവാൻ അന്ന് എൻ്റെ നാവിന് കഴിവില്ലാതിരുന്നു. അതുകൊണ്ട് ഞാൻ മരാ മരാ എന്ന് ജപിക്കാൻ തുടങ്ങി. അതിനവരെന്നെ ഉപദേശിച്ചു, ഈ നാമമന്ത്രം ജപിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുവോളം ഇവിടെ ഏകാഗ്രനിഷ്ഠയോടെ ഇരിക്കൂ എന്ന് കൽപ്പിച്ച് എനിക്ക് വേണ്ട അനുഗ്രഹങ്ങളും നൽകി അവർ മറഞ്ഞു. രാമഭദ്ര, അങ്ങയുടെ നാമമാഹാത്മ്യത്തിന്റെ വൈശിഷ്ട്യം ആര് കണ്ടു? അവർ പോയതിനു ശേഷം ഞാൻ ഏകാഗ്ര ചിത്തനായിട്ട് നിരാഹാരനായി അവിടെ ഇരുന്ന് മരാ മരാ എന്ന് ജപിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അത് രാമ രാമ എന്നായി. എത്ര നാൾ അവിടെ ഇരുന്ന് അങ്ങയുടെ പുണ്യനാമം ഉരുവിട്ടുവെന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവനും ചിതൽപുറ്റിനാൽ മൂടപ്പെട്ടു. അതും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ വത്സരങ്ങൾ കഴിഞ്ഞ് പഴയ താപസന്മാർ 7 പേരും വീണ്ടും അവിടെ എഴുന്നള്ളി. അവർ ആനന്ദപൂർവം ആ ചിതൽപുറ്റ് പൊളിച്ചെടുത്ത്, ഭക്തോത്തമ എഴുന്നേൽക്കൂ, അങ്ങ് ദിവ്യനായി ഭവിച്ചിരിക്കുന്നു എന്ന് എന്നോട് അരുളി ചെയ്തു. ധ്യാനത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ഞാൻ ചുറ്റുപാടും നോക്കി. പഴയ മാമുനിമാർ 7 പേരും അവിടെ നിൽക്കുന്നു. ഞാൻ എഴുന്നേറ്റ് അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. രാമനാമജപത്തിന്റെ മഹാത്മ്യത്താൽ അങ്ങൊരു ബ്രഹ്മർഷിയായി ഭവിച്ചിരിക്കുന്നു. അങ്ങയുടെ തപശക്തി സൽവോത്കൃഷ്ട വിശിഷ്ടമാണ്. രാമനാമത്തിന്റെ ഭക്തിലഹരിയിൽ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചവായുക്കളെയും ശരീരത്തെയും അങ്ങ് ഉപേക്ഷിച്ചു. തന്മൂലം വാൽമീകത്താൽ അങ്ങയുടെ ഗാത്രം മൂടപ്പെട്ടത് അങ്ങ് അറിഞ്ഞതേയില്ല. വാൽമീകം ചിതൽപുറ്റ്. ആ വാൽമീകത്തിൽ നിന്നും അങ്ങ് വീണ്ടും ജനിച്ചതിനാൽ അങ്ങയുടെ നാമം വാൽമീകി എന്നായിരിക്കും. ഈ വിധം ആശീർവദിച്ച് അനുഗ്രഹം നൽകി മഹർഷിമാർ അന്തർധാനം ചെയ്തു. അന്നു മുതൽ ഞാൻ ഇങ്ങനെ ഒരു മുനിയായി തീർന്നു. ഇന്ന് ഭഗവാൻ സീതാലക്ഷ്മണ സമന്വിതം നേരിട്ട് അങ്ങയെ തൃക്കൺ പാർക്കാനുള്ള ഒരു ഭാഗ്യവും അടിയന് സിദ്ധിച്ചു. എൻ്റെ നയനങ്ങളും ഇന്ന് സഫലമായി. വാൽമീകി തന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അനന്തരം ഗംഗയ്ക്കും ചിത്രകൂട പർവ്വതത്തിനും മധ്യയുള്ള ഒരു മനോഹരമായ സ്ഥലത്തേക്ക് അദ്ദേഹം സീതാരാമ ലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടു ചെന്നു. അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന അനവധി മുനിമാരുടെ പർണശാലകൾ അങ്ങനെ നിരന്നു നിന്നിരുന്നു. സീതാലക്ഷ്മണ സമേതം സമാഗതനായ ദാശരഥിയെ ആ താപസ വൃന്ദങ്ങളെല്ലാം ഭക്തിപൂർവം എതിരേറ്റു. ഇതാണ് ചിത്രകൂടം. ഈ ചിത്രകൂടത്തിൽ താമസിക്കുവാൻ രഘുവരൻ വളരെയധികം ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. വാൽമീകി എല്ലാവർക്കും രാമനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പിന്നീട് രാമചന്ദ്രന്റെ നിർദ്ദേശാനുസരണം സൗമിത്രി 2 കുഞ്ഞു കുടിലുകൾ അവിടെ നിർമ്മിക്കുകയാണ്. മരത്തടികൾ കൊണ്ടും പുല്ലുകൊണ്ടും മേഞ്ഞ മനോഹരമായ 2 കുടിലുകൾ. ഒന്ന് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തി അമ്മയ്ക്കും, മറ്റേത് തനിക്കായിട്ടുമാണ് ലക്ഷ്മണൻ ഉണ്ടാക്കിയതെങ്കിലും സ്നേഹമൂർത്തിയായ അനുജൻ രാത്രി മുഴുവനും ധനുർബാണധാരിയായി ദുഷ്ടമൃഗങ്ങളോ രാക്ഷസന്മാരോ ആ ആശ്രമ പ്രാന്തത്തിൽ കടന്നുവരാതെ ഉറക്കമളച്ച് എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ സുമിത്രാത്മജന്റെ ത്യാഗ പൂർണമായിട്ടുള്ള ആ പരിസേവ്യത്താലും മുനിസഞ്ചയങ്ങളുടെ സൽസംഗമ സാമീപ്യത്താലും ഋഷികുമാരന്മാരുടെ സന്തോഷ സഹകരണത്താലും
കൂടാതെ വാൽമീകി മഹർഷിയുടെ അനവരത സന്ദർശനങ്ങളാലും ജാനകി രാമചന്ദ്രന്മാർ അതീവ സുഖ സംതൃപ്തികളോടെ പവിത്രമായ ആ ചിത്രകൂടത്തിൽ ചിത്തസൗഖ്യം പൂണ്ട് പാർത്തു വന്നു. എന്നാൽ ഇതേ സമയം അയോധ്യയിൽ സീതാരാമ ലക്ഷ്മണന്മാരോട് യാത്ര പറഞ്ഞു പിരിഞ്ഞ സുമന്ത്രർ അത്യധികം മനോവേദനയോടുകൂടി മന്ദം മന്ദം രഥമോടിച്ച് അയോധ്യയിലെത്തി. ആകെ ശോകമുഖമായ അന്തരീക്ഷമാണല്ലോ അയോധ്യയിൽ. മഹാരാജാവിനെ കാണാനായി അദ്ദേഹം കൈകേയിയുടെ അന്തഃപുരത്തിൽ ചെന്നു. അപ്പോൾ കൈകേയി പുറത്തു വന്നിട്ട് പറഞ്ഞു, മഹാരാജാവ് ഇവിടെയില്ല. ഇത് നരകമാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്നും കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് പോയി സ്വർഗീയ സുഖം അനുഭവിച്ച് താമസിക്കുകയാണ്. ഇത് കേട്ട് ആ മന്ത്രിപ്രവരൻ കൈകേയിയോട് മറുപടി ഒന്നും പറയാതെ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. അദ്ദേഹം ദശരഥ മഹാരാജാവിനെ താണു തൊഴുതു. ദശരഥൻ പറഞ്ഞു, സുമന്ത്രരെ, എന്റെ ഓമന മകൻ രാമൻ ഇപ്പോൾ എവിടെയാണ്? ഈ പിതാവിനെ ധരിപ്പിക്കുവാൻ എന്തെങ്കിലും അവൻ പറഞ്ഞ് അയച്ചിട്ടുണ്ടോ? കൊച്ചുമകനായ ലക്ഷ്മണൻ എന്തു പറയുന്നു? മകൾ സീതയുടെ സ്ഥിതി എന്താണ്? രഥത്തിൽ അവർ എവിടെ വരെ യാത്ര ചെയ്തു? ഹാ രാമ, സീതയെ, ലക്ഷ്മണ, പൊന്നുമക്കളെ, അച്ഛന്റെ വിധി ഇപ്രകാരമാണല്ലോ. കുലനാശിനിയായ ഒരു കുലടയുടെ വാക്കുകൾ കേട്ടി മഹാപാപി നിങ്ങളെ ഘോര വനത്തിലേക്കാണല്ലോ തള്ളിവിട്ടത്. അവരുടെ വൃത്താന്തങ്ങൾ പറയൂ സുമന്ത്രരെ. സുമന്ത്രർ നിറകണ്ണുകളോടെ പറയാണ്, മഹാരാജാവെ, ഗംഗാതീരത്തിൽ നിഷാദ രാജ്യമായ ശൃംഗിവേരത്തിൽ എത്തുന്നതുവരെ അടിയൻ അവരെ രഹസ്യമായി വീക്ഷിച്ചു. രഥത്തിൽ നിന്നും ഇറങ്ങി കാൽനടയായിട്ടാണ് അവർ അങ്ങോട്ട് യാത്ര ചെയ്തത്. രാവിലെ നിഷാദരാജനായ ഗുഹൻ കൊണ്ടുവന്ന വടക്ഷീരത്തിൽ കേശഭാരം നനച്ചവർ ജടാമകുടങ്ങളും ചൂടി. ഇത്രയും ഞാൻ ഒളിഞ്ഞു നിന്ന് നോക്കി കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ഉത്കണ്ഠിത ഹൃദയനായ ദശരഥൻ പിന്നെയും ചോദിച്ചു, സുമന്ത്രരെ, നടക്കുമ്പോൾ എൻ്റെ മകന്റെ പട്ടുപോലുള്ള പാദങ്ങൾ ചരൽ കല്ലുകളിൽ തട്ടി മുറിഞ്ഞിരിക്കൂല്ലേ? ജനകാത്മജെ, തങ്കം പോലെയുള്ള നിന്റെ തളർപാദങ്ങളിൽ നിന്നും ചോര ഇറ്റിറ്റ് വീണിരിക്കും. മകനെ ലക്ഷ്മണ, ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്റെ അവസ്ഥ എന്തായിരിക്കും? അയ്യോ, എനിക്ക് വയ്യ, നെഞ്ചു പിളരുന്നു, കണ്ണുകൾ മഞ്ഞളിക്കുന്നു. സുമന്ത്രരെ പറയൂ, രാമൻ മുമ്പേ ആണോ അതോ പിൻപേ ആണോ നടന്നത്? സുമന്ത്രർ പറഞ്ഞു, ഏറ്റവും മുമ്പിൽ രാമകുമാരൻ, അദ്ദേഹത്തിന്റെ പിറകിൽ സീതാദേവി, ഏറ്റവും പിറകിൽ ആയുധങ്ങളും ഏന്തി ലക്ഷ്മണകുമാരൻ. ഇങ്ങനെയാണ് അവർ നടന്നു പോയത്. ദശരഥൻ പറഞ്ഞു, അങ്ങനെ തന്നെ വേണം. ലക്ഷ്മണൻ ഗുരുത്വമുള്ളവനാണ്. മുമ്പേ രാമൻ, പിറകെ സൗമിത്രി, നടുവിൽ ജാനകി. അങ്ങനെ ആ പതിവ്രത സുരക്ഷിതയായിട്ടിരിക്കട്ടെ. ഇപ്പോഴും അവർ അങ്ങനെ നടക്കുകയായിരിക്കുമല്ലേ സുമന്ത്രരെ? അതെ അതെ, അവരങ്ങനെ തന്നെ നടക്കുകയാണ്. ഞാൻ കാണുന്നു. എൻ്റെ മകൻ രാമൻ മുൻപിൽ, നടുവിൽ സീത, പിന്നിൽ ലക്ഷ്മണൻ. ഹാ മകനെ രാമ, സൂര്യകുല മണിദീപമായി നിനക്ക് വാഴാൻ കാടാണല്ലോ ഈ ദുഷ്ടനായ അച്ഛൻ വിധിച്ചത്. ഇതെല്ലാം കേട്ടുകൊണ്ട് പ്രാണൻ വെടിഞ്ഞ ജഡം കടക്കെ ആ കണ്ണുനീർ തൂകി കൗസല്യ നിന്നിരുന്നു. സുമിത്രയും ഊർമിളയും കരയുന്നുണ്ട്. കരയുന്ന രണ്ട് കാഞ്ചന പ്രതിമകൾ പോലെ അവരും അടുത്തു നിൽപ്പുണ്ട്. എല്ലാ പരിചാരികമാരും പരിചാരകന്മാരും എല്ലാവരും സുമന്ത്രരുടെ വിവരണം കേട്ട് സ്തംഭിച്ചു നിൽക്കുകയാണ്. ഒരു കനത്ത കണ്ണീരിന്റെ പെരുമഴ എല്ലാവരുടെ മുഖത്ത് പെയ്തുകൊണ്ടേയിരുന്നു. ഈ സമയം കൗസല്യ സങ്കടത്തോടെ പറയാണ്, കൈകേയിയുടെ മകനെ രാജാവായി വാഴിക്കുന്നതിന് എൻ്റെ മകനെ എന്തിനാണ് അങ്ങ് കാനനത്തിലേക്ക് അയച്ചത്? ദശരഥൻ പറഞ്ഞു, പുണ്ണിൽ കൊള്ളി വയ്ക്കുന്നത് പോലെ കർണകഠോരമായ വാക്കുകൾ നീയും കൂടി പറയാതിരിക്കൂ കൗസല്യെ. ഇനി ആരെല്ലാമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്? അവരെല്ലാവരും കേൾക്കട്ടെ. പ്രാണൻ വെടിയുന്ന സമയത്ത് ഒരു തപോധനൻ എന്നെ ശപിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഞാൻ എല്ലാം അനുഭവിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്റെ പൂർവ്വ കഥ പറയുകയാണ്. യൗവന കാലത്തിൽ ഒരിക്കൽ അദ്ദേഹം നായാട്ടിന് പോയിരുന്നു കാട്ടിലേക്ക്. രാത്രിയിൽ ഒരു ജലാശയത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോൾ ആന വെള്ളം കുടിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ശബ്ദവേദി എന്ന അസ്ത്രത്തെ അയച്ചു. നിർഭാഗ്യവശാൽ അതൊരു ഋഷിബാലന്റെ ദേഹത്തിലാണ് ചെന്നു തറച്ചത്. രാജാവ് ശരമേറ്റ ലക്ഷ്യത്തെ നോക്കാൻ ചെന്നപ്പോൾ കണ്ടത് രക്തത്തിൽ മുഴുകി മരണത്തോടടുത്ത് കിടന്ന് പിടയ്ക്കുന്ന താപസകുമാരനെയാണ്. തപസ്വികളും വൃദ്ധന്മാരുമായ മാതാപിതാക്കൾക്കു വേണ്ടി വെള്ളമെടുക്കാൻ വന്നതായിരുന്നു ആ താപസബാലൻ. രാജാവ് വല്ലാതെ വ്യസനിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. വൈശ്യനാണെന്നറിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യ ഇല്ലല്ലോ എന്ന് അദ്ദേഹത്തിന് സമാധാനമായി. എങ്കിലും തപസ്വിയാകിയാൽ വളരെയധികം വ്യസനിച്ചു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ പ്രകാരം പാത്രത്തിൽ വെള്ളവും കണ്ട് ആശ്രമത്തിൽ പോയി ഋഷിബാലന്റെ അച്ഛനമ്മമാരോട് വിവരം പറഞ്ഞു.
വൃദ്ധരും അന്ധന്മാരുമായ ആ തപസ്വി ദമ്പതികൾ വളരെയധികം വ്യസനിക്കുകയും രാജാവിനെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു. അനന്തരം ആ വൃദ്ധ ദമ്പതികൾ രാജാവിനെ ശപിച്ചു, നീയും പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ. എന്നിട്ട് പുത്രന്റെ ചിതയിൽ പതിച്ച് അവരും ശരീരത്യാഗം ചെയ്തു. ഈ സംഗതി ദശരഥ മഹാരാജാവ് ഓർമ്മിച്ചു. അത് അവ്യക്തമായി അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പലതും പറഞ്ഞും നിലവിളിച്ചും മാറത്തടിച്ചും നിലത്ത് കിടന്നുരുണ്ടും അസഹ്യമായ വ്യസനഭാരം താങ്ങാനാവാതെ അദ്ദേഹം ജീവിക്കുകയാണ്. ദശരഥൻ പറഞ്ഞു, ആ ശാപത്തിന്റെ ഫലമായിട്ടാണ് ഞാനും ഇപ്പോൾ മക്കളാരും അടുത്തില്ലാതെ പുത്ര ദുഃഖം അനുഭവിച്ച് ഇഹലോകവാസം വെടിയാനായി വിധിക്കപ്പെട്ടത്. രാമ രാമ എന്നു പറഞ്ഞ് അദ്ദേഹം നിലവിളിച്ചു കരഞ്ഞു. ഇടയ്ക്ക് ബോധം മറയും. ബോധം വരുമ്പോൾ പിന്നെയും രാമ രാമ എന്ന് വിളിക്കും. ഇടയ്ക്കിടെ ദശരഥന്റെ രാമ രാമ എന്ന ശബ്ദം മാത്രം അന്തഃപുരത്തിൽ മുഴങ്ങിക്കേട്ടു. എന്നാൽ ഒരു ദിവസം ആ ശബ്ദം നിലച്ചു, ആ കണ്ഠമടഞ്ഞു. ദശരഥന്റെ ആ കണ്ണുകൾ മറിഞ്ഞു. രവികുല കുടസ്ഥനായ ദശരഥന്റെ ദേഹം വെടിഞ്ഞ് സായൂജ്യ പദമടഞ്ഞു. അയോധ്യയിലെ മാണിക്യ മണിദീപം പൊലിഞ്ഞു. ദശരഥന്റെ ദേഹവിയോഗ വൃത്താന്തമറിഞ്ഞ അന്തഃപുരം മുഴുവനും നാരീവിലാപ ബഹളത്താൽ ശബ്ദമുഖരിതമായി. കൗസല്യയും സുമിത്രയും മാറത്തടിച്ച് ബോധമില്ലാതെ നിലംപതിച്ചു. കൈകേയി വിവർണ വദനയായി ഒരു ശിലാസ്തംഭം കണക്കെ നിന്നുപോയി. വൃദ്ധനായ സുമന്ത്രർ അവരെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഫലിച്ചില്ല. എന്റെ മകനെ കാനനത്തിലേക്കും ഭർത്താവിനെ പരലോകത്തിലേക്കും നീ അയച്ചല്ലോ അനുജത്തി എന്ന് കൗസല്യ ബോധം തെളിഞ്ഞപ്പോഴൊക്കെ കൈകേയിയെ നോക്കി പ്രലപിച്ചു. അന്തഃപുരത്തിലെ രോദനാരവം കേട്ട് വസിഷ്ഠ മഹർഷിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും പരിഭ്രാന്തരായി ഓടിയെത്തി. രാജധാനി മുഴുവനും പൗരാവലികളെ കൊണ്ട് നിറഞ്ഞു. രാജ്യാവകാശിയായ ഭരതൻ ശത്രുഘ്ന സമീപം ഉടൻ വരത്തക്ക വിധം ലിഖിതമെഴുതി വസിഷ്ഠനും സുമന്ത്രരും അതിലൊപ്പിട്ട് അശ്വാരൂഢരായ 2 ദൂതന്മാർ കേകേയ രാജ്യത്തിലേക്ക് കൊടുത്തയച്ചു. രാമന്റെ വനവാസത്തെ പറ്റിയോ ദശരഥന്റെ ചരമത്തെ പറ്റിയോ ഒന്നും അവരെ അറിയിക്കരുതെന്നും ഏർപ്പാട് ചെയ്തു. പുത്രന്മാർ വരുന്നതുവരെ ദശരഥന്റെ ശരീരം കേടുകൂടാതിരിക്കാൻ വേണ്ടി തൈലത്തോണിയിൽ ആചാരവിധിപ്രകാരം നിക്ഷേപിച്ചു. തലയ്ക്കൽ പൊന്നുകൊണ്ടുള്ള കെടാവിളക്കും കത്തിച്ചു വെച്ചു. രാജ്യം മുഴുവനും നാട്ടുവാലാമ ആചരിച്ചു. കൊട്ടാരത്തിലെ കൊടി താഴ്ത്തിക്കെട്ടി. വിധവകളായി തീർന്ന രാജ്ഞിമാർ വിധിപ്രകാരമുള്ള വ്രതങ്ങളും അനുഷ്ഠിച്ചു. കേകേയത്തിലെത്തിയ ദൂതന്മാർ യുധാജിത്തിനെ കൊണ്ട് ഭരതശത്രുഘ്നന്മാരെ ഉടൻ അയോധ്യയിൽ എത്തിക്കണമെന്നുള്ള വസിഷ്ഠ നിർദ്ദേശം അറിയിച്ചു. തൽക്ഷണം തന്നെ ഭരതശത്രുഘ്നന്മാരും അവരുടെ പത്നിമാരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. പിതാവിനോ മാതാക്കൾക്കോ ഭ്രാതാവിനോ എന്തെങ്കിലും ആപത്തു സംഭവിച്ചിരിക്കുമോ എന്നുള്ള ഭയാശങ്ക ഭരതശത്രുഘ്നന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടാകാതിരുന്നില്ല. വഴിനീളെ അമംഗളമായ പല ദുശകുനങ്ങളും കണ്ട് അവർ കൂടുതൽ ഭയചകിതരായി. അങ്ങനെ ഒടുവിൽ അവർ സാകേതപുരിയിലെത്തി. ഭരതൻ കേകേയത്തിലേക്ക് പോയപ്പോൾ കണ്ട ഐശ്വര്യ നികേതനമായിരുന്ന സാകേതപുരി അല്ല വന്നപ്പോൾ കണ്ടത്. ആകെ ഒരു വിഷാദമൂകത എങ്ങും തളം കെട്ടി നിൽക്കുന്നതായി അവർക്ക് തോന്നി. അരമനയിലെത്തിയ ഭരതൻ നേരെ കൈകേയിയുടെ അന്തഃപുരത്തിലേക്കാണ് പോയത്. മഹാരാജാവും അവിടെ ഉണ്ടായിരിക്കുമെന്നായിരുന്നു ഭരതശത്രുഘ്നന്മാരുടെ പ്രതീക്ഷ. സാധാരണ അച്ഛൻ എപ്പോഴും കൈകേയിയുടെ മണിമന്ദിരത്തിലാണല്ലോ ഉണ്ടാകാറുള്ളത്. എന്നാൽ അവിടെ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഭരതനെ കണ്ടപാട് കൈകേയി സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി ഓടിവന്ന് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ പിതൃഗൃഹത്തിലെ കുശല വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നാൽ ഉത്കണ്ഠ കൊണ്ട് നീറിപ്പുകഞ്ഞ ഹൃദയത്തോടുകൂടിയ ഭരതന് അതിലൊന്നും വലിയ ശ്രദ്ധയുണ്ടായിരുന്നില്ല. അദ്ദേഹം ചോദിച്ചു, അച്ഛൻ എവിടെ അമ്മേ? ജ്യേഷ്ഠൻ എവിടെ? ഞങ്ങളെ വരുമ്പോ നിറപുഞ്ചിരിയോടെ ഞങ്ങളെ സ്വീകരിക്കാൻ രാമജ്യേഷ്ഠൻ ഉണ്ടാകുമെന്നാണ് കരുതിയത്. അച്ഛനെയും ജ്യേഷ്ഠനെയും ലക്ഷ്മണനെയും കാണുന്നില്ല. എവിടെ പോയി അമ്മേ? അതിന്റെ മറുപടിയായി കൈകേയി പറഞ്ഞത് ഇപ്രകാരമാണ്: നിനക്കു വേണ്ടതെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, പിന്നെ അച്ഛൻ എന്തു വേണം എന്നാണ് കൈകേയിയുടെ ആദ്യത്തെ മറുപടി. അപ്പോൾ ഭരതന് ഉത്കണ്ഠ ഒന്നുകൂടി വർദ്ധിച്ചു. അതിനാൽ ചോദിച്ചതിന് തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കൈകേയി എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിവരിച്ചു പറഞ്ഞു കൊടുത്തു.
കാര്യങ്ങളെല്ലാം ഉള്ളതുപോലെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദഹിച്ചതുപോലെയായി രാജകുമാരന്മാർ. ഭരതൻ അമ്മയെ കൊല്ലത്തക്ക നിലയിൽ ക്രോധാഗ്നി ആളിക്കത്തി. ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രന്റെ അവകാശമായ രാജാധികാരത്തെ പിടിച്ചുപറ്റിയെന്നു മാത്രമല്ല, പ്രിയപ്പെട്ട ജ്യേഷ്ഠനെ കാട് കയറ്റുകയും ചെയ്തു. അതിന് ഹേതുവായിട്ട് അച്ഛൻ മരിക്കുകയും കൂടി ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ നിഷ്കളങ്ക ഹൃദയത്തിന് പൊറുക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കൈകേയിയെ തന്റെ മാതാവെന്ന കഥ പോലും മറന്ന് ഭരതൻ പലതും പറഞ്ഞു. ഛി ദുഷ്ടേ, ഭർത്താവിനെ വധിച്ച ഘോരഘാതകി, രാജലക്ഷ്മിയെ ഹിംസിച്ച രൂക്ഷ രാക്ഷസി, ഒരു കുലനാശിനിയുടെ രക്തപങ്കിലമായ കൈ തകർത്തു കളഞ്ഞല്ലോ. ലോകനാഥനായ രാമഭദ്രന്റെ പാവന പാദരേണുക്കലാൽ സംഭൂതമാകേണ്ട ഈ രാജ്യം സൂര്യവംശ നഭോമണ്ഡലത്തിന്റെ നാശഹേതുകമായൊരു ധൂമകേതുവായി അമ്മ തീർന്നല്ലോ. വിഷം നിറഞ്ഞ ഈ ഘോര സർപ്പിണിയെ പോലെയുള്ള ഈ കരാള വേഷം ഒളിപ്പിച്ച് അമ്മ എത്ര കാലം ഈ അന്തഃപുരത്തിൽ ജീവിച്ചു? കഷ്ടം. പുണ്യമില്ലാത്ത പാപിഷ്ഠയുടെ ഉദരത്തിൽ പിറന്നതുമൂലം ഞാനും ഒരു മഹാപാപിയായി തീർന്നിരിക്കുന്നു. ഹാ ദൈവമേ, എന്റെ അച്ഛനെ കടിച്ചു കീറിക്കൊന്ന രാക്ഷസി, എന്റെ ജ്യേഷ്ഠനെയും ധർമ്മപത്നിയെയും അനുജനെയും ജഡാമകുടങ്ങൾ ചൂടിച്ച് ഘോര അന്ധകാരത്തിലേക്ക് തള്ളിവിട്ട ഹൃദയമില്ലാത്ത ഭയങ്കരി, ഇനി നീ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ പാടില്ല. അദ്ദേഹം തന്റെ ഉറയിൽ കിടന്ന ആ കത്തി വലിച്ചൂരി. സ്ത്രീവധം, മാതൃവധം വേണ്ട. അതിനു പകരം മാതാവിന്റെ മുമ്പിൽ വെച്ച് എന്റെ ശിരസ് അറ്റ് താഴ്ത്തണം. വെട്ടിത്തിളങ്ങുന്ന ആ ഖഡ്ഗം സ്വന്തം ഗളനാഥത്തിനു നേരെ വീശി. കൈകേയിക്ക് രണ്ട് കൈകളും കൊണ്ട് കണ്ണു പൊത്തിപ്പിടിച്ച് വാ വിട്ട് നിലവിളിച്ചു. ഭരതന്റെ കോപം കണ്ട് ആർക്കും മുമ്പോട്ട് അടുക്കാൻ ധൈര്യം തോന്നുന്നില്ല. ശത്രുഘ്നൻ മുന്നോട്ട് പാഞ്ഞെടുത്ത് വാളോടുകൂടി ജ്യേഷ്ഠന്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, സാഹസം പ്രവർത്തിക്കരുത്. ആളുകൾ നിന്ന് ഭയപ്പെടുന്നത് കാണുന്നില്ലേ? ഉടനെ ആ ഖഡ്ഗം ശത്രുഘ്നന്റെ നേരെ നീട്ടിയിട്ട് ഭരതൻ പറഞ്ഞു, ഈ വാള് നീ വാങ്ങി എന്റെ കഴുത്തും മുറിച്ച് തല ദൂരെ തെറിപ്പിക്ക്, ഒട്ടും മടിക്കേണ്ട. രാജമകുടം അണിഞ്ഞു കാണാൻ കൊതിച്ച ഈ ശിരസ് നിലത്ത് ചോരയിൽ കുളിച്ച് പന്തുപോലെ ഉരുളുന്നത് എന്റെ അമ്മ കാണണം. ഈ രാക്ഷസി കണ്ട് സന്തോഷിക്കണം. ശത്രുഘ്നൻ പറഞ്ഞു, വന്നതെല്ലാം വന്നു. ജ്യേഷ്ഠൻ അല്പം ശാന്തത അവലംബിക്കും. ഭരതൻ വീണ്ടും വീണ്ടും പറയാണ്, അച്ഛനെ ദയനീയമായി വധിച്ചു, ജ്യേഷ്ഠനെ വനത്തിൽ തള്ളി അയച്ചു. ഇനി എന്ത് ശാന്തത? എന്റെ അമ്മ ഇത്ര കഠിന ചിത്തയായി പോയല്ലോ. ജനിച്ചപ്പോൾ തന്നെ എന്നെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയായിരുന്നു ഇതിലും നല്ലത്. അനന്തരം അശ്രുപൂർണ നേത്രരായ സഹോദരന്മാർ കൗസല്യയുടെ അന്തഃപുരത്തിലേക്ക് ചെന്നു. മെലിഞ്ഞ ശരീരത്തോടെ നനഞ്ഞ കണ്ണുകളോടുകൂടി ഈശ്വരനാമജപത്തിൽ മുഴുകിയിരിക്കുന്ന ഹതഭാഗ്യയായ അമ്മയുടെ മുന്നിൽ ഭരത ശത്രുഘ്നന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. രണ്ടുപേരെയും കൗസല്യ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാത്സല്യ പുരസരം ആലിംഗനം ചെയ്തു. ഭരതനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുമകൻ കേകയത്തിലേക്ക് പോയത് കാരണം പല കർമ്മദോഷങ്ങളും ഇവിടെ സംഭവിച്ചു. അച്ഛൻ പുത്രദുഃഖാർത്ഥനായി ഭൂമി വെടിഞ്ഞു. രാമനും ലക്ഷ്മണനും മൈഥിലിയും ഒന്നിച്ച് വൽക്കലവും ധരിച്ച് കാനനത്തിലേക്ക് ഗമിക്കുകയും ചെയ്തു. ഭരതൻ കൗസല്യയുടെ കണ്ണുകളും കവിൾത്തടങ്ങളും തുടച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ജ്യേഷ്ഠന്റെ പട്ടാഭിഷേകം മുടക്കിയത് എന്റെ അമ്മയാണെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്കത് യാതൊരു പങ്കുമില്ല. ഞാൻ നിരപരാധിയാണ്. എനിക്ക് മാപ്പു തരണം. കൗസല്യ പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നീ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? നീ ഒന്നും അറിഞ്ഞിട്ടില്ല. നീ അമ്മയ്ക്കറിയാം. എനിക്കെന്നല്ല, ഈ രാജ്യവാസികൾക്കെല്ലാം അറിയാം. എല്ലാം നിന്റെ അമ്മയുടെയും അവളുടെ ദാസിയായ മന്ധരുടെയും കുൽസിത ചതി പ്രയോഗത്തിന്റെ ഫലാണ്. ശത്രുഘ്നൻ കോപിഷ്ടനായി, ആ മന്ധരയെ, അവൾ കൂനിയാണെങ്കിലും അവളെ ഈ വാളിൽ നിന്ന് ഞാൻ ഇരയാക്കും. ഈ ദുഷ്ട കാരണം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ദുഷ്ടയായ അവളെ വധിക്കുന്നത് കൊണ്ട് ശ്രീഹത്യാ പാപം എന്നെ ബാധിച്ചാലും എനിക്ക് കുഴപ്പമില്ല. രോഷാകുലനായി ശത്രുഘ്നൻ പുറത്തേക്ക് ഓടി. അല്പസമയത്തിനുള്ളിൽ തലമുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് മന്ധരയെ അവിടേക്ക് കൊണ്ടുവന്നു. ദുഷ്ടേ, എന്റെ അച്ഛന്റെ മരണത്തിനും ജ്യേഷ്ഠന്റെ വനവാസത്തിനും പ്രേരണ നൽകിയ നിന്നെ ഞാൻ കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി പറവകൾക്ക് ഭക്ഷണമായി എറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. മന്ധര ഉച്ചത്തിൽ വാ വിട്ടു കരഞ്ഞു. കൗസല്യ ഓടി വന്ന ശത്രുഘ്നന്റെ കൈ കടന്നു പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചു, മകനെ, അവിവേകം പ്രവർത്തിക്കരുത്. അവൾ ഒരു പെണ്ണല്ലേ, അവളെ കൊല്ലരുത്. ഈ സമയം സുമിത്രയും അവിടെ ഓടിയെത്തി. രണ്ട് അമ്മമാരും കൂടി ശത്രുഘ്നന്റെ കൈയിൽ തൂങ്ങിക്കിടന്ന കുബ്ജയെ പിടിച്ചു മാറ്റി. എന്റെ കുഞ്ഞെ, നീ സ്ത്രീവധം ചെയ്യരുത്. പോരെങ്കിൽ ഇവളൊരു വൃദ്ധയാണ് എന്ന് സുമിത്ര മകനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഉപദേശിച്ചു. ശത്രുഘ്നൻ പറഞ്ഞു,
കലുഷചിത്തയായ ഒരു സ്ത്രീയുടെ വശ്യ ചപലോക്തികൾ കേട്ട് പിതാവ് ധർമ്മനീതികൾ വെടിഞ്ഞപ്പോൾ ശൂരതയുള്ള എന്റെ ജ്യേഷ്ഠൻ ലക്ഷ്മണൻ എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല? ഇതാണ് എന്റെ അത്ഭുതം. ഭരതൻ ശാന്തനായി പറഞ്ഞു, ശത്രുഘ്ന, മറ്റൊന്നും ചിന്തിക്കാനില്ല. ധർമ്മനിഷ്ഠനായ നമ്മുടെ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ ലക്ഷ്മണനെ സമാധാനപ്പെടുത്തിയിരിക്കും. അതാണ് കാരണം. നീ ആ കുബ്ജയെ ഒന്നും ചെയ്യണ്ട. അത് നമ്മുടെ ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ഇവളുടെ ദുരുപദേശമാണെങ്കിലും ജ്യേഷ്ഠൻ അത് അനുസരിച്ച സ്ഥിതിക്ക് നമുക്കും അത് അനുസരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഇവളെ ഒന്നും ചെയ്യണ്ട, പോട്ടെ. ശത്രുഘ്നൻ പേടിച്ച് ശ്വാസം മുട്ടി പരിഭ്രമത്തോട് നിന്ന മന്ധരയെ ദൂരേക്ക് തള്ളിയെറിഞ്ഞു. എന്റെ വന്ധ്യനായ വലിയ ജ്യേഷ്ഠൻ രാമചന്ദ്രന്റെ പേരിൽ ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇവിടെ നിന്ന് കടന്നു പോ. മന്ധര ഉരുണ്ടു പിരണ്ട് എഴുന്നേറ്റ് പ്രാണഭീതിയോടെ ഓടിമറിഞ്ഞു. കൈകേയിയുടെയും കൗസല്യയുടെയും അന്തഃപുരങ്ങളിൽ നടന്ന ബഹളങ്ങളെല്ലാം കേട്ടറിഞ്ഞ് മന്ത്രിമാരും ഒന്നിച്ച് വസിഷ്ഠൻ അവിടെ ആഗമിച്ചു. കുലഗുരുവിനെ കണ്ട് കുമാരന്മാർ താണു വീണും ബന്ധിച്ചു. അദ്ദേഹം ഉപദേശ രൂപത്തിൽ സ്നേഹസമന്വിതം അരുളി ചെയ്തു. ഭരതകുമാര, കേൾക്ക്. സത്യപരായണനും വിജ്ഞാന രത്നാകരതുല്യനും അനവധി മഹായാഗങ്ങൾ നടത്തി ഇന്ദ്രപദവിക്ക് പോലും അർഹനായി ഭവിച്ചവനും ഇന്ദ്രാതിസേവ്യനും ത്രിലോകത്തിലും പുകഴ് പെറ്റവനുമായ ദശരഥ മഹാരാജാവ് പരമാനന്ദ സമേതം സ്വർഗലോകത്ത് വാഴുമ്പോൾ എന്തിന് നിങ്ങൾ ഈ വിധം മാനുഷിക വികാരങ്ങൾക്ക് വിധേയരാകുന്നു? ജനിച്ചാൽ ആരും മരിക്കും. ആ മരണത്തിന് കാരണക്കാരൻ വിധിയാണ്. അതേക്കുറിച്ച് ആരെയും പഴിക്കാനില്ല. പഴിക്കുന്നത് തികഞ്ഞ മൗഢ്യവുമാണ്. അതുപോലെ രാമചന്ദ്രന്റെ വനവാസവും. അത് ദേവകാര്യാർത്ഥം സംഭവിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ വന്നതെല്ലാം വന്നു, പോയതെല്ലാം പോയി. അതേക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ ഇനി വേണ്ടുന്ന കാര്യങ്ങൾ നടത്താൻ കുമാരന്മാർ തയ്യാറാവണം. അച്ഛന്റെ ജഡം എണ്ണത്തോണിയിൽ കിടക്കുന്നു. അത് വേണ്ടവണ്ണം വിധിപ്രകാരം സംസ്കരിക്കണം. അതാണ് ഇനി നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് അടുത്ത ദിവസം തന്നെ ഭരതൻ പിതാവിന്റെ ജഡസംസ്കാരാദി പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു. എണ്ണത്തോണിയിൽ നിന്നും ദശരഥന്റെ ശരീരം ഭക്തിപൂർവ്വം എടുത്ത് പുണ്യതീർത്ഥത്തിൽ മഞ്ജനം ചെയ്ത് ചന്ദനകളഭം, കസ്തൂരി തുടങ്ങിയ പരിമളദ്രവ്യങ്ങൾ സർവാംഗം പൂശി വിശിഷ്ട വസനങ്ങളും ആഭരണങ്ങളും അണിയിച്ച് സ്വർണ്ണ മഞ്ചത്തിൽ കിടത്തി. ഭരത ശത്രുഘ്നന്മാരും മന്ത്രിപ്രവരന്മാരും കൂടി അത് ചുമലിൽ വഹിച്ച് രാമനാമ ജപോച്ചാരണത്തോടെ സരയൂ നദീതീരത്ത് കൊണ്ടുപോയി ചന്ദനം, അകിൽ മുതലായവ കൊണ്ട് നിർമ്മിച്ച ചിതയിൽ സമർപ്പിച്ചു. പുരോഹിതന്മാരും ഉത്തമ ബ്രാഹ്മണരും സ്തോത്രഗീതങ്ങളും ദിവ്യമന്ത്രങ്ങളും ഉരുവിട്ടു. പ്രധാന പൗരോഹിത്യം വസിഷ്ഠൻ വഹിച്ചു. എന്റെ ജ്യേഷ്ഠനായിരുന്നു ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത്. ഈ കർമ്മങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്ത് വിലപിച്ചുകൊണ്ട് ഭരതൻ ചിതയ്ക്ക് തീ കൊളുത്തി. അങ്ങനെ ഭാസ്കര വംശ മണി മകുടാലങ്കാരമായിരുന്ന ദശരഥന്റെ ഭൗതിക ശരീരം വിധിപ്രകാരം സംസ്കരിക്കപ്പെട്ടു. അവശിഷ്ടം ഗംഗയിൽ നിമജ്ജനവും ചെയ്തു. 12-ാം ദിവസം പിതൃബലി, ശ്രാദ്ധാദി സൽക്കർമ്മങ്ങളും സപിണ്ഡി അടിയന്തിരങ്ങളും വിവിധ ദാനധർമ്മങ്ങളും വസിഷ്ഠ സുമന്ത്രരാദികളുടെ പ്രത്യേക മേൽനോട്ടത്തിൽ സമംഗളം നടന്നു. അങ്ങനെ അപരക്രിയാ സംബന്ധമായ സർവ്വവിധ ചടങ്ങുകളും അവസാനിപ്പിച്ച് 14-ാം ദിവസം ഭരതനോട് വസിഷ്ഠൻ പറഞ്ഞു, കുമാര, രാജ്യം ഇപ്പോൾ അരാജകമായിരിക്കുകയാണ്. പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് കുമാരൻ പട്ടാഭിഷേകം നടത്തി രാജ്യഭരണമേൽക്കണം. ഇനി അതിന് ഒട്ടും താമസിക്കരുത്. എന്നാൽ ഭരതൻ പറഞ്ഞു, മഹർഷേ, ഞാൻ എന്തിനു പട്ടാഭിഷേകം ചെയ്യുന്നു? രാജ്യം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? വസിഷ്ഠൻ പറഞ്ഞു, രാമൻ 14 വർഷത്തെ കാനനവാസത്തിന് പോയിരിക്കുകയല്ലേ. സത്യപ്രതിജ്ഞ അനുസരിച്ച് അതിനിടയ്ക്ക് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിയുകയില്ല. ഭരതൻ പറഞ്ഞു, എന്ത് തന്നെ ആയാലും നാളെ രാവിലെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയാണ്. ആനനേർ, കുതിര, കാലാൾ പടകൾ അടങ്ങുന്ന ചതുരംഗ സേനാ സമൂഹത്തോടും മന്ത്രിപ്രവരന്മാരോടും സേനാപതികളോടും കൂടി ഞാൻ വാദ്യഘോഷങ്ങളോടെ കാനനത്തിലേക്ക് പോകുന്നു. അയോധ്യാധിപതിയായ ശ്രീരാമചന്ദ്രനെ എതിരേറ്റു കൊണ്ടുവരാനാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ മഹത്വം അനുസരിച്ച് എല്ലാ ആർഭാടങ്ങളും ഉണ്ടായിരിക്കണം. അങ്ങും അരുന്ധതി ദേവിയും ഞങ്ങളുടെ കൂടെ വരണം. അന്തഃപുരത്തിൽ നിന്നും കൗസല്യ മാതാവിനെയും സുമിത്ര മാതാവിനെയും കൂടി കൊണ്ടുപോകണം. എന്റെ അമ്മ മാത്രം ഈ കൊട്ടാര ഭിത്തികൾക്ക് പുറത്തു പോകാതെ ഇതിനകത്ത് തന്നെ ഒരു കാരാഗ്രഹ വാസിനിയെ പോലെ കഴിഞ്ഞുകൊള്ളട്ടെ. എന്റെ ജ്യേഷ്ഠനും അനുജനും മരവുരി ധരിച്ച് താപസരായി വിപിനത്തിൽ താമസിക്കുമ്പോൾ ഞാനും ശത്രുഘ്നനും അവരെ പോലെ വൽക്കലം ധരിച്ച് ജടാമകുടം ചൂടുന്നതാണ്. രാമനില്ലാത്ത അയോധ്യയിൽ ഒരിക്കലും ഞാൻ ഇനി ഒരു തൽപ്പത്തിലും ശയിക്കില്ല.
എന്റെ ജ്യേഷ്ഠൻ അടവിയിലെ പരുപരുത്ത പാറപ്പുറത്തോ മരച്ചുവട്ടിലോ ശയിക്കുമ്പോ ഞാൻ രാജകൊട്ടാരത്തിലെ ദന്തതൽപ്പത്തിൽ കിടന്ന് സുഖമരുളാനോ ഇല്ല. അപ്പൊ സുമന്ത്രരും പറഞ്ഞു, അങ്ങയോട് എത്തിച്ച് രാമനെ കാണാൻ കാനനത്തിലേക്ക് വരാൻ എന്നെ അനുവദിക്കണം. എല്ലാവരും വനത്തിലേക്ക് പോയാൽ നമ്മുടെ രാജ്യഭാരം നടത്താൻ പിന്നെ ആരാണുള്ളത്? അതുകൊണ്ട് മറ്റു മന്ത്രിമാർ പോരട്ടെ, അങ്ങ് വരണ്ട. അങ്ങ് ഞങ്ങൾക്ക് പിതൃ തുല്യനാണ്. ജ്യേഷ്ഠനെയും കൊണ്ട് ഞാൻ വേഗം വരാം. അപ്പോൾ അങ്ങ് ഞങ്ങളെ സ്വീകരിക്കാനായി മുന്നിൽ തന്നെ നിൽക്കണം. എൻ്റെ ജ്യേഷ്ഠന്റെ പാദങ്ങളെ കണ്ണുനീര് കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യും. സർവ്വതീർത്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ അഭിഷേക തീർത്ഥം എൻ്റെ കണ്ണുനീരാണ്. അത് കണ്ടാൽ ജ്യേഷ്ഠൻ തീർച്ചയായും എൻ്റെ കൂടെ വരും. ഈശ്വര, ഇങ്ങനെ ഒരു ഭ്രാതൃസ്നേഹമുണ്ടോ? ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വസിഷ്ഠൻ തന്നെത്താൻ പറഞ്ഞുപോയി. അങ്ങനെ നേരം പ്രഭാതമായപ്പോൾ എല്ലാവരും ഒരുങ്ങി. ഭരതശത്രുഘ്നന്മാർ രാജമാതാക്കളോടും വസിഷ്ഠരോടും മറ്റ് മന്ത്രി മുഖ്യന്മാരോടുമൊപ്പം ആന, കുതിര, തേര് തുടങ്ങിയ രാജകീയ ആഡംബരങ്ങളും ഏതാനും കാലാൾ സൈന്യത്തോടൊപ്പം ആരണ്യത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇനി ബാക്കി കഥ അടുത്ത ദിവസം. ഭരതസ്വാമിയെ പോലെയുള്ള ഒരു സഹോദരനെ കിട്ടുക എന്ന് പറയുന്നത് എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭ്രാതൃസ്നേഹമാണ് അദ്ദേഹത്തിന്. രാമന് ഇല്ലാത്ത ഒരു സുഖവും തങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം വേണ്ടാന്ന് വെക്കാൻ, ത്യജിക്കാൻ സന്മനസ്സുള്ള ഭരത ശത്രുഘ്നന്മാർ. ഒരുപാട് പാഠങ്ങളാണ് രാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. എല്ലാവർക്കും ഭരത ശത്രുഘ്ന രാമ സീതാലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ.